ഹരിനാമകീർത്തനത്തിലേക്ക് സ്വാഗതം. ഹരനും വിരിഞ്ചനും ഇത് അമരാധിനായകനും അറിയുന്നതില്ല തവ മറിമായതൻ മഹിമ. അറിവായി മുതൽ കരളിലൊരുപോലെ നിന്നരുളും പരജീവനിൽ തെളിക നാരായണായ നമ. ആത്യന്തിക യാഥാർത്ഥ്യം ബ്രഹ്മമാണ്. അത് നിത്യശുദ്ധമാണ്, അഖണ്ഡമാണ്. ബ്രഹ്മസ്ഥിതമായ മായയാൽ സത്വരജസ്തമോ ഗുണങ്ങൾ ആവിർഭവിക്കുന്നു. ഈ മായാഗുണങ്ങളുടെ സ്വാധീനത്താൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ സൃഷ്ടിസ്ഥിതി ലയകർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ഇരിക്കുന്നു. ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള മറ്റു ദേവതകളും ഈ സ്വാധീന വലയത്തിൽ പെടുന്നവരാണ്. സൃഷ്ടികളെല്ലാം തന്നെ ജഡപദാർത്ഥങ്ങളാണ്. അവയിൽ ബ്രഹ്മത്തിന്റെ പ്രതിബിംബം നിഴലിക്കുമ്പോഴാണ് ജീവൻ ഉരുത്തിരിയുന്നത്. അതിനാൽ സൃഷ്ടികളിലെല്ലാം ഉള്ളത് അഖണ്ഡബോധമായ ബ്രഹ്മത്തിന്റെ പ്രതിബിംബമാണ്. മായാഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ത്രിമൂർത്തികളും ദേവതകളും അവരാൽ ജാതമായ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ സകല സംഗതികളും. ത്രിമൂർത്തികൾക്കും ദേവന്മാർക്കും ബ്രഹ്മത്തിന്റെ പൂർണ്ണത മനസ്സിലാക്കാൻ ആകുന്നില്ല. മറിമായതൻ മഹിമ അവരറിയുന്നില്ല എന്ന് എഴുത്തച്ഛൻ സൂചിപ്പിക്കുന്നു. അപ്പോൾ അവരാൽ സൃഷ്ടമായ ഇതര വാഴ്വുകളുടെ അവസ്ഥ പറയാനുണ്ടോ? എല്ലാത്തിൻ്റെയും അകമേ അറിവായി ബോധമായി ബ്രഹ്മം എക്കാലവും നിന്നരുളുന്നുണ്ട്. എന്നാൽ നമുക്കത് അറിയാനുള്ള വികാസം സാധ്യമായിട്ടില്ല. അതിനാൽ തന്നിലും മറ്റുള്ളവയിലും തെളിഞ്ഞു നിൽക്കുന്ന ബ്രഹ്മപ്രകാശത്തെ അംശരൂപത്തിൽ പോലും നമുക്ക് അറിയാനാകുന്നില്ല. ഇവിടെ ത്രിമൂർത്തികളുടെയും ദേവന്മാരുടെയും അവസ്ഥ തന്നെ സഹതാപകരമാണ്. അപ്പോൾ പിന്നെ ഇന്ദ്രിയങ്ങളും മനസ്സും അഹംബുദ്ധിയും വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന മനുഷ്യാവസ്ഥ ദയനീയം തന്നെയാണ്. അതിനാൽ ആചാര്യൻ പ്രാർത്ഥിക്കുന്നു, തനിക്കുള്ളിലും പരജീവനിലുമെല്ലാം തെളിഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ ഉൾക്കൊള്ളുവാനും അതായി തീരുവാനും അനുഗ്രഹം ഉണ്ടാകണമെന്ന്. നാരായണ, അങ്ങേക്ക് നമസ്കാരം.